ബോഗൺവില്ല എല്ലാ വീടുകളിലും ഭയങ്കരമായിട്ട് ആളുകൾക്ക് താല്പര്യമുള്ള ഒരു ചെടിയാണ്. ഇപ്പൊ ഇതിന്റെ അകത്ത് ചട്ടിയിൽ നമ്മൾ ഒരു നിറം മാത്രം കമ്പ് കുത്തി മുളപ്പിച്ച ഒരു തൈയാണ് ഇത്. ഈ തയ്യല് പല ഒരേ ശിഖരത്തേക്കൂടെ കൂടെ നമുക്ക് ഒരേ നിറങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരെണ്ണം ചെയ്തേക്കുന്നത് ഇപ്പം ചുമന്ന കളറുള്ള ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇനിയിപ്പൊ ഞാൻ ചെയ്യാൻ പോണത് വയലറ്റ് വയലറ്റ് ആണ്. അപ്പൊ അതിന്റെ തന്നെ ഒരു കമ്പെടുത്താണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോണത്. അപ്പൊ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഈ കമ്പ് ഇങ്ങനെ മുറിച്ച് മാറ്റുകയാണ് ചെയ്യേണ്ടത്. ഈ മഞ്ഞ ഇത് ഫുള്ളും മഞ്ഞയാണ്. ഈ മഞ്ഞ തന്നെയാണ് നമ്മൾ വേറെ നിറങ്ങൾ പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഇത് മുറിച്ച് മാറ്റി അതിനുശേഷം ഇതിന്റെ കമ്പ് നമ്മൾ നേർമയായിട്ട് ഇങ്ങനെ നേരെ നടുവേ മുറിക്കണം. വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അതിനുശേഷം ഇത് കമ്പ് നമ്മൾ കൂർമ്മിച്ചെടുക്കണം. ഇത് ചെയ്യേണ്ടത് രണ്ട് സൈഡും ആപ്പാകൃതിയിൽ തൊലി കളഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഒത്തിരി ഇതാവുകയും ചെയ്യരുത്. എന്നാൽ ഇതിന്റെ കറക്റ്റ് ഇത് ചേരാൻ പാകത്തിന് തൊലി തമ്മിൽ ചേരാൻ പാകത്തിന് തന്നെ ഇത് വെക്കാനായിട്ട് അതിനുശേഷം കെട്ടിക്കൊടുക്കണം. നമ്മൾ ഈ ഒരു റൂട്ട് സ്റ്റോക്കിൽ തന്നെ ഒരു കമ്പിൽ തന്നെ ഒരേ വരുന്ന ശിഖരങ്ങളിലെല്ലാം പല നിറത്തിലുള്ള ബോഗൺവില്ല ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഇപ്പൊ ബോഗൺവില്ല ഭയങ്കര എല്ലാ വീടുകളിലും നമ്മൾ വളർത്തുന്ന ഒരു ചെടിയാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാനും നല്ല ഭംഗിയായിരിക്കും. അതുപോലെ ഇത് വിൽപ്പനയ്ക്ക് ആവശ്യമായിട്ടാണേലും നമുക്ക് കച്ചവട രീതിയിലും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ നേര്യമംഗലം കൃഷിഫാമിൽ നിന്നാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത ബോഗൺവില്ലയുടെ തൈകൾ നേര്യമംഗലം ജില്ലാ കൃഷിത്തോട്ടത്തിൽ ലഭ്യമാണ്. ഇത് ചെയ്തതിന് ശേഷം നമ്മൾ സിപ്പപ്പ് ഇട്ട് കൊടുക്കുകയും ചെയ്യണം. ഒരു 15 ദിവസം ആകുമ്പോഴത്തേക്കും ഇതിന് മുള വരും. അപ്പോൾ അത് എടുത്ത് മാറ്റാവുന്നതാണ്. ഒരു 6 മാസം ആകുമ്പോഴത്തേക്കും നിറച്ച് പൂക്കൾ വിരിയുന്നതായിരിക്കും. ഇപ്പൊ ഈ ഒരു ചട്ടിയെ തന്നെ നമ്മൾ മഞ്ഞയും ഉണ്ട്, ചുമപ്പുണ്ട്, വയലറ്റ്, ഈ 3 നിറങ്ങളാണ് ഇതുപോലെ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ കമ്പുകളിലൊക്കെ നമുക്ക് വേറെ നിറങ്ങൾ ചെയ്യാവുന്നതാണ്.